നമസ്കാരം. ഒടുവിൽ ഗതികെട്ട് സ്വന്തം സൈന്യത്തെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം. ആർക്ക് വേണമെങ്കിലും പാകിസ്ഥാൻ സൈന്യത്തെ വാടകയ്ക്ക് നൽകാമെന്ന് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഹമാസിനെ നേരിടാൻ ഗാസയിലേക്ക് 20,000-ഓളം പാകിസ്ഥാൻ സൈനികരെ വാടകയ്ക്കെടുക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് പാകിസ്ഥാൻ സൈന്യത്തെ കൊലയ്ക്ക് കൊടുക്കുന്നു. ട്രംപ് പാകിസ്ഥാനെ ഒരിക്കൽ കൂടി പടുകെണിയിൽ വീഴ്ത്തിയിരിക്കുന്നു. 20,000 സൈനികർ ഉടൻ തന്നെ ഗാസയിലേക്ക് തിരിക്കുമെന്നും ഗാസയുടെ പുനർനിർമ്മാണത്തിനും ഗാസയിലെ ഹമാസിനെ നിരായുധീകരിക്കുന്നതിനും ഇവരെ ഉപയോഗപ്പെടുത്തുമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 2 ആഴ്ച മുമ്പ് ഈജിപ്തിൽ നടന്ന പ്രത്യേക യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായതെന്ന് വിവരം പുറത്തു വരുന്നു. പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറും CIA തലവനുമടക്കമുള്ളവർ ഈ യോഗത്തിലുണ്ടായിരുന്നു. മൊസാദിന്റെ മേധാവിയുമായും അതുപോലെ ഈജിപ്തിന്റെ പ്രതിരോധ മന്ത്രിയുമായും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ കോൺവോയുമായും ഒക്കെ അസീം മുനീർ അടക്കമുള്ളവർ ചർച്ച ചെയ്തു. ഈ ചർച്ചയിലാണ് പാകിസ്ഥാൻ സൈന്യത്തെ വാടകയ്ക്ക് നൽകാനുള്ള തീരുമാനമായത്. എന്തായാലും സോഷ്യൽ മീഡിയ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വാർത്ത നൽകുന്നത്. സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ചോദ്യമുണ്ട്, പാകിസ്ഥാൻ സൈന്യത്തിന് താലിബാന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, അവിടെ നിന്നൊക്കെ പാകിസ്ഥാൻ ആർമി പിന്തിരിഞ്ഞോടുകയാണ്. പാൻഡൂരി എറിഞ്ഞു ഓടിയ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ്. ആ പാകിസ്ഥാൻ സൈന്യത്തെയാണോ ഹമാസിനെ നേരിടാൻ വേണ്ടി ഗാസയിലേക്ക് അമേരിക്ക കൊണ്ടുപോകുന്നത്? ഇത് ഡൊണാൾഡ് ട്രംപിന്റെ കുബുദ്ധിയാണ്. ഗാസയിലേക്ക് പോയ ഒരൊറ്റ പാകിസ്ഥാൻ സൈനികൻ പോലും ജീവനോടെ തിരികെ എത്തില്ല എന്നുള്ളത് ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും കൃത്യമായി അറിയാം. അപ്പോഴും അസീം മുനീറിനും ഷഹബാസ് ഷെരീഫിനും ഒരു പണി കൊടുക്കുക എന്നതാണ് ഡൊണാൾഡ് ട്രംപ് ഈ ബുദ്ധിയിലൂടെ കാണുന്നത്. അതേസമയം ഒരു സൈനികന് $10,000 മാസവേതനമായി പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ $100 നൽകാമെന്നാണ് ഇസ്രായേലി സേന മറുപടി പറഞ്ഞത്. കേവലം 8,800 രൂപ, 8,86,000 രൂപ വേണമെന്നാവശ്യപ്പെട്ട സ്ഥാനത്ത് പാകിസ്ഥാൻ സൈന്യത്തിന് ഇസ്രായേൽ ഇട്ടയ്ക്കുന്ന വില വെറും 8,860 രൂപ മാത്രമാണ്. അപ്പോൾ എങ്ങനെ ഈ തുകയ്ക്ക് വരുമെന്നാണ് പാകിസ്ഥാൻ ചോദിക്കുന്നത്. അതേസമയം അമേരിക്ക പറയുന്നു, പൈസയുടെ കാര്യത്തിൽ ഞങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തി തരാം, എന്തായാലും 20,000 സൈനികരെ നിങ്ങൾ ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഗാസയിലേക്ക് പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധമാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഈ നടപടിയിൽക്കെതിരെ ഉയരുന്നത്. ഇത്രയും കാലം ഇസ്രായേലിനെ പ്രഖ്യാപിത ശത്രു എന്ന് പറഞ്ഞിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഹമാസിന് വേണ്ടി ഇത്രയും കാലം മുതലക്കണ്ണീരൊഴുക്കിയിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ആ രാജ്യം പൊടുന്നനെ ഹമാസിനെതിരെയുള്ള നിലപാട് മാറ്റുകയും ഇസ്രായേലിനെ സ്വന്തം മിത്രമായി പ്രഖ്യാപിക്കുകയും ഹമാസിന്റെ ഭീകരന്മാർക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതല്ല എന്ന് പാകിസ്ഥാനിലെ സർക്കാരിന്റെ എതിരാളികൾ തന്നെ പറയുന്നു. പക്ഷേ പാകിസ്ഥാൻ ഇത്തരം ഒരു ചരിത്രമുണ്ട്. പണം വാങ്ങി ആർക്കെതിരെയും യുദ്ധം ചെയ്യാൻ സൈന്യത്തെ വാടകയ്ക്ക് കൊടുക്കുന്ന ചരിത്രം ഇതിനു മുൻപ് പലതവണയും പാകിസ്ഥാൻ നടപ്പാക്കിയിട്ടുണ്ട്. ഇറാഖ് അധിനിവേശ സമയത്തടക്കം അമേരിക്ക പാകിസ്ഥാന്റെ സൈന്യത്തെ വാടകയ്ക്കെടുത്ത ചരിത്രവുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഗാസയുടെ പുനർനിർമ്മാണം, ഗാസയിലെ ഹമാസിന്റെ നിരായുധീകരണം തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് 20,000 പാകിസ്ഥാൻ സൈനികരെ അമേരിക്ക വാടകയ്ക്കെടുക്കാൻ നീക്കം നടത്തുന്നത്. ഈ സൈനികരെ ഇസ്രായേൽ സൈന്യത്തിനും ഗാസയിലുള്ള മറ്റ് ഹമാസ് ഇതര ഗൊറില്ല സംഘങ്ങൾക്കുമിടയിലുള്ള ഒരു ബഫർ സൈന്യമാക്കി നിലനിർത്തും. ഈ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ജോലി ഇസ്രായേലിലേക്ക് ഇനി ഹമാസിന്റെയോ അല്ലെങ്കിൽ ഗാസയിലുള്ള മറ്റ് തീവ്രവാദ സംഘടനകളുടെയോ ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാനും നിലവിൽ ഗാസയിലുള്ള ഹമാസ് അടക്കമുള്ള തീവ്രവാദ സംഘടനകളിലെ മുഴുവൻ ഭീകരന്മാരിൽ നിന്നും ആയുധങ്ങൾ പിടിച്ചെടുക്കാനും അവരെ നിരായുധീകരിക്കാനുമുള്ള നീക്കമാണ്, അല്ലെങ്കിൽ ആ ജോലിയാണ് ഇവർക്ക് പ്രധാനമായും നൽകുന്നത്. എന്തായാലും അമേരിക്കയുടെ ഈ തന്ത്രം, ആ തന്ത്രത്തിൽ പാകിസ്ഥാൻ വീഴുമോ ഇല്ലയോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പാകിസ്ഥാന്റെ നേതാക്കന്മാരെ സംബന്ധിച്ച് ലോട്ടറിയാണ്. ആ പാവപ്പെട്ട സൈനികരെ വാടകയ്ക്ക് കൊടുത്തു കിട്ടുന്ന പണം കൊണ്ട് സ്വന്തം കീശ വീർപ്പിക്കുക. നിലവിൽ തന്നെ പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്.
ഇന്ത്യയിലെ ഭീകരാക്രമണത്തിന് ശേഷം, പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണം പാകിസ്ഥാന്റെ നട്ടെല്ലൊടിച്ചു. അതിന്റെ മുകളിൽ ഇപ്പോൾ ബലൂജ് മേഖലയിലെ ആക്രമണം, താലിബാൻ നടത്തുന്ന ആക്രമണം, ഇതെല്ലാം തന്നെ പാകിസ്ഥാനെ സാമ്പത്തികമായും അല്ലാതെയും തകർത്തിരിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് കരകയറാനാണ് ഈ സൈന്യത്തെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട്, സൈന്യത്തെ ബലി കൊടുത്തുകൊണ്ട് പണം കൈപ്പറ്റാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നു.